Good morning. Welcome to Learneo. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ ഈ രണ്ട് ടോപ്പിക്കുകളിൽ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Which of the following is an example of inertia of rest? Inertia of restന് താഴെ തന്നിരിക്കുന്നതിൽ എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. When a hanging carpet is beaten with a stick, dust particles are cleared. Mud flying tangentially to the tire of the car. And athletes run some distance before taking a long jump. None of the above. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഇനേഷ്യ ഓഫ് റെസ്റ്റിൽ വരുന്ന എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഒരു ഹാങ്ങിങ് കാർപ്പറ്റിൽ നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ച് അടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾ ഒക്കെ ക്ലിയർ ആവുന്നുണ്ട്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സയന്റിസ്റ്റ് ഗേവ് ലോസ് ഓഫ് മോഷൻ? ലോസ് ഓഫ് മോഷൻ ഏത് സയന്റിസ്റ്റ് ആണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ന്യൂട്ടൺ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നമ്മൾ അറിയാം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നമ്മൾ മൂന്ന് ലോസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഈസ് നോൺ ആസ്, അപ്പൊ ന്യൂട്ടൺ ആണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ തന്നിരിക്കുന്നത് നമുക്കറിയാം. ഫസ്റ്റ് ലോ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് നോൺ ആസ് ലോസ് ഓഫ് ഇനേഷ്യ. ലോ ഓഫ് ഇനേഷ്യ അതല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നാണ് ഫസ്റ്റ് ഇത് അറിയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. If no net force act on a body, then the velocity of the body cannot change. This law is known as. ഒരു നെറ്റ് ഫോഴ്സ്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കില്ല. ദർ ഇസ് നോ നെറ്റ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആകില്ല, കനോട്ട് ചേഞ്ച് ആണ്. അത് ഏത് ലോ ആണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. According to the second law of motion, for a given force, acceleration is inversely proportional to the dash of an object. സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം ഒരു ഗിവൺ ഫോഴ്സിൽ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തിന്? ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ പറയുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോയിൽ എന്താ പറയുന്നത്? ഒരു ഗിവൺ ഫോഴ്സിൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി മാസ് ഓഫ് ആൻ ഒബ്ജക്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The second law of motion states that. എന്താണ് second law of motion? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. The rate of change of momentum of an object is proportional to the net force applied on the object in the direction of net force. അപ്പൊ ഒരു മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഒരു ഒബ്ജക്റ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആണ്. എന്തിന്? അതിൽ അപ്ലൈ ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന്. ഓക്കെ, ആ ഒരു ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. For every action, there is an equal and opposite reaction. The law was given by. ഏതാണ് ലോ? ഇറ്റ് ഈസ് തേർഡ് ലോ ഓഫ് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്, തേർഡ് ലോ ഓഫ് മോഷൻ. ഇറ്റ് ഈസ് for every action there is an equal and opposite reaction. ന്യൂട്ടന്റെ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Rocket works on the principle of Newton's third law of motion. Newton's third law of motionലാണ് റോക്കറ്റ് വർക്ക് ചെയ്യുന്നത്. It is based on the principle of Newton's third law of motion. The movement of a horse lawn carriage is an example of which principles of physics? ഒരു ഹോഴ്സ് ലോൺ കാരേജ് മൂവ് ചെയ്യുന്നത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോയുടെ എക്സാമ്പിൾ ആയിട്ടാണ് ഒരു ഹോഴ്സ് ലോൺ കാരേജ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Conservation of momentum in a collision between particles can be understood on the basis of. ഓക്കെ, ഒരു കൊളീഷനിൽ ഉണ്ടാവുന്ന കൺസർവേഷൻ ഓഫ് മൊമെന്റം, പാർട്ടിക്കിളുകളുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആൻഡ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയിൽ നിന്നാണ് നമുക്ക് ആ ഒരു കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇൻ എ കൊളീഷൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. If action and reaction were to act on the same body, ഒരു ബോഡിയിൽ തന്നെ ആക്ഷനും റിയാക്ഷനും കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി സീറോ ആയിരിക്കും. ഓക്കെ, ദ റിസൾട്ടന്റ് വുഡ് ബി സീറോ ആയിരിക്കും. ആക്ഷനും റിയാക്ഷനും ഒരേ ബോഡിയിൽ തന്നെ ആക്ട് ചെയ്യുന്നതെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് സീറോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The movement of a horse, okay, the repeated question ആണ്. Horse lawn carriage which is Newton's third law ആണ്. Okay. Which one of the following statement about energy is correct? താഴെ തന്നിരിക്കുന്നതിൽ എനർജിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് ആസ് വെൽ ആസ് ഡിസ്ട്രോയിഡ്. നമുക്കത് റോങ് ആണ്, അറിയാവുന്നതാണ്. എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് ബട്ട് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ദാറ്റ് ഈസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ്.
Energy can neither be created nor be destroyed. This is the correct statement. അല്ലേ, നമുക്കറിയാം conservation of energy എന്താണ്? Energy can neither be created nor be destroyed. It can be converted from one form to another form. അതാണ് conservation of energy എന്ന് പറയുന്നത്. So option C ആണ് നമുക്ക് തന്നിരിക്കുന്നതിലെ correct statement. Which one of the following happens when a swing rises to a certain height from its rest position? ഒരു ഊഞ്ഞാല് അതിന്റെ റെസ്റ്റ് പൊസിഷനിൽ നിന്നും ഒരു certain ഹൈറ്റിലേക്ക് ഉയർന്നു വരികയാണെങ്കിൽ എന്താണ് നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്നത്? Its potential energy decreases while kinetic energy increases. ഇല്ല, അത് ഓപ്ഷൻ തെറ്റാണ്. കാരണം ഹൈറ്റ് കൂടുന്തോറും അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇൻക്രീസ് ആകുന്നത്, അല്ലെ? കൈനറ്റിക് എനർജി വിൽ ബി റെഡ്യൂസ്ഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ കറക്റ്റ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയും പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആവുകയുമാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. A bus is moving in a straight line and suddenly it takes a right turn. The passengers are seen to be thrown towards the left. Why that? ഒരു ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തിട്ട് പെട്ടെന്ന് അതൊരു റൈറ്റ് ടേൺ എടുക്കുകയാണെങ്കിൽ പാസഞ്ചേഴ്സ് ഒക്കെ ലെഫ്റ്റിലേക്ക് മൂവ് ആവാനായിട്ട് ഒരു ഇത് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ. ആ ഒരു മോഷന്റെ ഇനേർഷ്യ കാരണമാണ് നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീങ്ങുന്നത്. അതായത് റൈറ്റിലേക്കാണ് തിരിയുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്കായിരിക്കും നമ്മൾ മാറുന്നത്. ഓക്കെ, ഓപ്ഷൻ ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. When you get down from a running bus, you seem to fall forward. Why is that? ഒരു ബസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ കാല് എന്ന് പറയുന്നത് റെസ്റ്റിലേക്ക് വരും, പക്ഷെ അപ്പർ ബോഡി പാർട്ട് എന്ന് പറയുന്നത് സ്റ്റിൽ മൂവിംഗ് ആണ്, അല്ലെ? ആ ഒരു മോഷനിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീഴാനുള്ള പോസിബിലിറ്റീസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ അങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഡ്യൂ ടു ദ ഇനേർഷ്യ ഓഫ് മോഷൻ യുവർ ഫീറ്റ് കം ടു at a rest but your upper body part continues to stay in motion, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ വീഴാൻ പോകുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. A monkey is stationed on a spring balance which is reads 60 kg weight. But how will be the reading of the balance be affected if the monkey jumps off it? ഒരു മങ്കി ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിൽക്കുകയാണ്, അതിന്റെ വെയിറ്റ് കാണിക്കുന്നത് 60 kg ആണ്. അപ്പൊ ആ മങ്കി അതിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് എന്തായിരിക്കും സംഭവിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പൊ ആ മങ്കി ജമ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഒന്ന് പുഷ് ചെയ്യും, അതിലേക്ക് താഴ്ന്നിട്ടാണ് ചാടുന്നത്, അല്ലെ? അല്ലാതെ സിമ്പിൾ ആയിട്ട് ചാടുകയല്ല ചെയ്ത്, ജസ്റ്റ് ഒരു വെയിറ്റ് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ചാടുന്നത്. അപ്പൊ ആ വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ആ ബാലൻസിന്റെ ആ റീഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻക്രീസ് ആയിട്ട് പിന്നെ 0 ആകും, അല്ലെ? കാരണം അതൊന്ന് ജസ്റ്റ് അതിലേക്ക് പുഷ് ചെയ്തിട്ടായിരിക്കും അതൊന്ന് ചാടുന്നത്. സോ ആ വെയിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രീസ് ആകും. 60 എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് റേറ്റിലേക്ക് ഇൻക്രീസ് ആയിട്ട് കംസ് ടു 0, കാരണം മങ്കി ഒന്ന് മൂവ് ആയിട്ടുണ്ട്, അപ്പൊ 0 വെയിറ്റിലേക്ക് എത്തും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. Which of the following has the greatest inertia? നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഗ്രേറ്റസ്റ്റ് ഇനേർഷ്യ ഏതാണ്? സിംഗിൾ ആറ്റം, എ മോളിക്യൂൾ, 1 rupee കോയിൻ, ക്രിക്കറ്റ് ബോൾ. അപ്പൊ ക്രിക്കറ്റ് ബോളിനാണ് നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇനേർഷ്യ. കാരണം വെയിറ്റ് കൂടുന്തോറും നമുക്ക് ഇനേർഷ്യ കൂടും, അല്ലെ? ആ ഒരു വെയിറ്റ് ഉള്ള സാധനത്തിനെ മൂവ് ചെയ്യുന്നതിന് നമുക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് അവിടെ ഇനേർഷ്യയും കൂടാനുള്ള പോസിബിലിറ്റി വരുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്രിക്കറ്റ് ബോളിനാണ് ഗ്രേറ്റസ്റ്റ് ഇനേർഷ്യ വരുന്നത്. Which of the following case no work is done? നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ വർക്ക് ചെയ്യാത്തത്, വർക്ക് is done ഏതാണ്? A windmill is extracting water from a well. A donkey is carrying a weight on its back. Suman is swimming in a pool. An engine is pulling the trains. Option B ആണ് നമുക്കതിൽ there is no work done എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോങ്കി വെയിറ്റ് ക്യാരി ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വർക്ക് ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് തന്നതിൽ വർക്ക് ഡൺ ഇല്ലാത്തത്. Dash has kinetic energy. താഴെ തന്നിരിക്കുന്നതിൽ kinetic energy ഉള്ളത് ഏതിനാണ്? Flowing water, sea level pond water, dam water for an object left at the foot of a hill, അല്ലെ? അപ്പൊ ഇതിലൊക്കെ നമുക്ക് പൊട്ടൻഷ്യൽ ആണല്ലോ വരുന്നത്, അല്ലെ? ഇതിലൊക്കെ നോക്കുക, ഒരു സ്റ്റേബിൾ ആയിട്ട് മൂവ്മെന്റ്സ് ഒന്നും തന്നെ നടക്കുന്നില്ല. പക്ഷെ ഫ്ലോയിങ് വാട്ടറിലാണ് നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് നടക്കുന്നത്. സോ ഇറ്റ് ഹാസ് ദി കൈനറ്റിക് എനർജി. ഓപ്ഷൻ എയിലാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ അതുപോലെ തന്നെ വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.